തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ മകൻ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി എന്ന് അമ്മയുടെ പരാതി. മകൻ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ സഹപാഠികൾ നിറത്തിൻ്റെ പേരിൽ പരിഹസിച്ചുവെന്ന് കുടുംബക്കാർ പരാതി പറയുന്നു. ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തുവെന്നും അമ്മയുടെ പരാതിയിൽ പരാമർശം. അശ്വിൻ പാലാഴി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ കുട്ടിയുടെ മരണം ഉണ്ടായത് അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇങ്ങനെയൊക്കെ ചില റാഗിങ്ങിന് ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏത് വഴിക്കാണ് കഴിഞ്ഞത്? ഈ മാസം 15-ാം തീയതിയാണ് ഈ 15 വയസ്സുകാരൻ്റെ മരണം ഉണ്ടാകുന്നത്. ഇത് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൻ്റെ 23-ാം നിലയിൽ നിന്നും താഴേക്ക് വീണു മരിക്കുകയായിരുന്നു. ഫ്ളാറ്റിൻ്റെ 3-ാം നിലയിലെ കോൺക്രീറ്റ് തകടിയിൽ വീണാണ് മരണമുണ്ടാകുന്നത്. തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. മരണം നടന്ന ഇത്രയും ദിവസങ്ങൾക്ക് പിന്നാലെയാണ് കുടുംബത്തിന്, അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട മരണത്തിന് പിന്നിലെ ചില ദുരൂഹതകളൊക്കെ തോന്നി തുടങ്ങിയത്. പിന്നീട് സഹപാഠികളുമായി സംസാരിച്ചു. സഹപാഠികൾ സ്വയമേ തന്നെ മാതാപിതാക്കൾക്ക് ചില തെളിവുകൾ, ഈ മകൻ നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള തെളിവുകൾ കൈമാറുകയും ചെയ്തു. അത് ചില സോഷ്യൽ മീഡിയ ചാറ്റുകളാണ്. ഒപ്പം അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടവർ സഹപാഠികൾ നടത്തിയ സംഭാഷണങ്ങളുടെയൊക്കെ ശകലങ്ങളാണ് വീട്ടുകാർക്ക് കൈമാറിയത്. അതൊക്കെ വെച്ചിട്ടാണ് മകൻ ഇത്രയും ക്രൂരമായ പീഡനം സ്കൂളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളൊരു കണ്ടെത്തൽ അമ്മ നടത്തുന്നത്. അത് പൈശാചികവും ക്രൂരവുമായ ചില സംഭവങ്ങളാണ് അതിൽ നടന്നത് എന്നുള്ളത് അമ്മയുടെ പരാതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിലവിൽ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഈ സ്കൂളിലെ ഒരു ഗ്യാങ്, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മകനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് മകൻ നേരിടേണ്ടി വന്ന ദുരനുഭവം. അതിൽ ഒന്നാണ് ഈ സ്കൂളിലെ വാഷ്റൂമിൽ എത്തിച്ച് ക്ലോസറ്റിൽ മുഖം കുനിച്ചു വെച്ച് അത് ഫ്ലഷ് ചെയ്തു, ആ വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാനലിലൂടെ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടി അമ്മ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും അത്രത്തോളം ക്രൂരമായ പീഡനം സഹപാഠികളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് പറയുന്നു. ഒപ്പം ചില ചെറിയ തെറ്റുകളുടെ പേരിൽ മനുഷ്യത്വ വിരുദ്ധമായ ചില നടപടികൾ, ശിക്ഷാ നടപടികൾ സ്കൂളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ അമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ജസ്റ്റിസ് ഫോർ മിഹിർ, അതായത് ഈ മകൻ്റെ ജസ്റ്റിസിന് വേണ്ടി സഹപാഠികൾ തുടങ്ങിയ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടായിരുന്നു. അതിലും ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ആ ഗ്ലോബൽ സ്കൂളിൻ്റെ ഇടപെടൽ മൂലം ഇത് ഈ അക്കൗണ്ട് സഹിതം കാണാതായി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഗ്ലോബൽ സ്കൂളിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.